അപ്പോൾ പത്രങ്ങളുടെ വിശകലനവും അവയൊക്കെ ഇടകീറി പരിശോധിക്കാനുമായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ഉണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പത്രവിശകലനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അതിനു മുൻപ് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ ഒത്തിരി പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ശ്രീജിത്തേട്ടൻ്റെ ഗൗരവം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം. അപ്പോൾ ഗൗരവമൊക്കെ വെടിഞ്ഞ് നമുക്ക് സ്വീറ്റ് ആയിട്ട് തുടങ്ങാം അല്ലേ? തീർച്ചയായും ഗൗരവം വെടിഞ്ഞിരിക്കുന്നു. ഓക്കെ, തുടങ്ങട്ടെ? തുടങ്ങാം. ഇത് ഈ ഇന്നത്തെ മാതൃഭൂമിയും ദീപികയും ഒന്നാം പേജിൽ ലീഡായി നൽകിയൊരു വാർത്തയെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങാൻ പോകുന്നത്. ലാർജ് ഇളവ് എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട്, മദ്യമൊഴുക്ക് കായലിലേക്കും എന്നാണ് ദീപികയുടെ തലക്കെട്ട്. ഇന്ത്യൻ എക്സ്പ്രസും ഈ വാർത്ത ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. വാർത്ത മദ്യനയത്തിലെ ഇളവിനെക്കുറിച്ചാണ്, വൻ ഇളവിനെക്കുറിച്ചാണ്. ചെറിയ ഇളവല്ല, വൻ ഇളവിനെക്കുറിച്ചാണ്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ വാർത്ത നൽകിയതിനാൽ മനോരമയ്ക്ക് ആ വാർത്ത 10-ാം പേജിൽ നൽകി സമാധാനമായിരിക്കാൻ കഴിയും. ഞാൻ മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. അതായത് ലാർജ് ഇളവ് എന്ന് തന്നെയാണ് അതിൻ്റെ ഹെഡിങ്. ലാർജ് എന്ന് കേട്ടാലും നമുക്കറിയാവുന്നതാണ് കാര്യങ്ങൾ. മദ്യനയത്തിൽ വമ്പൻ ഇളവ്, ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാം, ഡിസ്റ്റിലറികളും ബ്രൂവറികളും തുടങ്ങാം. ഇങ്ങനെ സംസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇളവ് വരുത്തിയതെന്ന് കൂടി മാതൃഭൂമി വാർത്തയിൽ പറയുന്നുണ്ട്. അതായത് ബിസിനസ് സമ്മേളനങ്ങൾ, അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, കൂടിച്ചേരലുകൾ എന്നിവയുടെ ഭാഗമായി 1-ാം തീയതി മദ്യം വിളമ്പാം. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾ, ഹെറിറ്റേജ് ക്ലാസിക് റിസോർട്ടുകൾ എന്നിവയ്ക്കാണ് അനുമതി. അതുമാത്രമല്ല, ഈ ഒന്നാം തീയതി മാത്രമാണ് ഈ ഇളവുള്ളത്. മറ്റ് ഡ്രൈ ഡേകളിൽ അനുമതിയില്ല. അതായത് ഗാന്ധി ജയന്തി പോലുള്ള ദിവസങ്ങളിൽ അനുമതിയില്ല എന്നുകൂടിയാണ് സർക്കാരിൻ്റെ മദ്യനയം. വളരെ രസകരമാണ് പുതിയ മദ്യനയം. അതുമാത്രമല്ല, കപ്പലുകളിലും മദ്യം വിളമ്പാം. അങ്ങനെ ഇനി അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലേക്ക് മദ്യം കയറ്റി അയക്കാൻ നമ്മുടെ ബ്യൂറേസ് കോർപ്പറേഷന് അനുമതിയുണ്ട്. ആ രൂപത്തിൽ ബ്യൂറേസിൻ്റെ മദ്യക്കുപ്പികൾ ഇനി QR കോഡ് വരും. അങ്ങനെ വളരെ വിശദമായ, ബൃഹത്തായ, മനോഹരമായ മദ്യനയത്തെക്കുറിച്ചാണ് മാതൃഭൂമി 1-ാം പേജിൽ വലിയ വാർത്തകൾ. ദീപിക അത് ആ ഹെഡിങ്ങിൽ ഒതുക്കിയത് മാത്രമല്ല, ദീപികയും വളരെ വിശാലാടിസ്ഥാനത്തിൽ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ദീപികയിൽ ഒരു വരി കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ മദ്യനയത്തിൽ ഇളവ് വരുമ്പോൾ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് 17-ാം തീയതി സർവകക്ഷി യോഗം എന്നുകൂടി ദീപികയിൽ പറയുന്നുണ്ട്. അതായത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇതിനൊപ്പം നടക്കുന്നുണ്ട്. മദ്യനയത്തിൽ ഇളവുണ്ട്. എക്സ്പ്രസിൽ കുറച്ചും കൂടി വിശദമായി ഇത് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു വാർത്തയായിട്ടാണ് എക്സ്പ്രസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ന്യൂ ലിക്കർ പോളിസി 2005-26 കുറിച്ചും അതിൻ്റെ ഡ്രാഫ്റ്റിനെ കുറിച്ചും വളരെ വിശദമായി എക്സ്പ്രസും പറയുന്നുണ്ട്. ഇതാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട്. ഇത് മനോരമ കഴിഞ്ഞ് നമ്മൾ തന്നെ പറഞ്ഞു, മനോരമ മാത്രമാണ് കൊടുത്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, തീയതി കൃത്യമായി ഓർക്കുന്നില്ല. എന്തായാലും ആ മനോരമ അങ്ങനെ നൽകിയിട്ടുള്ളതുകൊണ്ട് മനോരമ ഈ വാർത്തയെ 10-ാം പേജിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളൊന്നും വളരെ വിശദമായി ഇതിലേക്ക് കൊടുത്തിട്ടില്ല. കാരണം ഒരുപാട് വാർത്തകളുള്ള ദിവസം ആയതുകൊണ്ടായിരിക്കണം. ഇനി ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എല്ലാവരും കണ്ടു കാണും. ഒരു ചാനലൊക്കെ ശ്രദ്ധിച്ച ആളുകൾക്ക് അറിയാം. ആ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പത്രങ്ങൾ എങ്ങനെ അത് കൈകാര്യം ചെയ്ത് നോക്കാം. അത് മാതൃഭൂമിയുടെ തലക്കെട്ട് തന്നെയാണ് ഏറ്റവും നന്നായി തോന്നുന്നത്. ചില പത്രങ്ങൾ എല്ലാവരും ഏതാണ്ട് സമാനമായ തലക്കെട്ട് നൽകിയിട്ടുണ്ട്. കാരണം CMൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും വളരെ പ്രസക്തമാണല്ലോ. എൻ്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എളുപ്പം കിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി 1-ാം പേജിൽ വാർത്ത നൽകിയിട്ടുള്ളത്. സംഗതി എൻ്റെ രക്തം എന്തിനാണെന്നുള്ളതൊക്കെ പിന്നീട് വാർത്ത വായിച്ചാലാണ് മനസ്സിലാകുക. ഈ കരിമണൽ കമ്പനിയായ CMRL നിന്ന് സേവനം നൽകാതെ എക്സാലോജിക്ക് 2.7 കോടി കൈപ്പറ്റിയെന്ന SFIയുടെ കുറ്റപത്രത്തെക്കുറിച്ച് ആദ്യമായി മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ്. അതിൽ മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായുള്ള ചോദ്യങ്ങൾക്കാണ് കേസ് കോടതിയിലല്ലേ, അത് നടക്കട്ടെ എന്നായിരുന്നു ആദ്യ പ്രതികരണം. ഇത് ഗൗരവമായി കാണുന്നില്ല എന്ന ചോദ്യത്തിന് അത്ര ഗൗരവമായി കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കൂടുതൽ പ്രതികരിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് ഈ എൻ്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എളുപ്പം കിട്ടില്ല എന്ന രൂപത്തിലേക്ക് CM മറുപടി പറയുന്നത്. പക്ഷേ മനോരമ അതിനെ രക്തത്തെക്കുറിച്ച് പറയുന്നത് ഒരു ചെറിയ കോട്ടിൽ, മാധ്യമങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ചെറിയ കോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മനോരമയുടെ ഹെഡിങ് എന്ന് പറയുന്നത് വീണയുടെ കേസ്, പാർട്ടി പ്രതിരോധിക്കുന്നതിൽ ആശ്ചര്യം എന്തിന് എന്ന് പിണറായിയുടെ മറു ചോദ്യം മാധ്യമപ്രവർത്തകരോട്. ബിനീഷ് കോടിയുടെ കാര്യത്തിൽ കോടിയേരിയെക്കുറിച്ച് ഈ കേസിൽ പരാമർശം ഉണ്ടായില്ല, അതുകൊണ്ടാണ് ബിനീഷിൻ്റെ കാര്യത്തിൽ പാർട്ടി ആ രൂപത്തിൽ ഇടപെടാതിരുന്നതെന്നും CM പറഞ്ഞു വെക്കുന്നു. ഇതാണ് ഈ ഇന്നലെ CMൻ്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി വിശദമായി ചില പത്രങ്ങളൊക്കെ, അതുപോലെ വീക്ഷണം പോലുള്ള ചില പത്രങ്ങളൊക്കെ തുറന്നടിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും വളരെ വിശദമായി പോകുന്നില്ല. എന്തായാലും CMൻ്റെ വാർത്താ സമ്മേളനത്തെ പല രൂപത്തിലാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഇന്ന് മാതൃഭൂമി പത്രം വായിച്ചവർക്ക് ഒരു പക്ഷേ ചെറിയ വിഷമം, അല്ലെങ്കിൽ ഇന്നലെ ചാനലുകൾ കണ്ടവർക്ക് ചെറിയ വിഷമം ഉണ്ടായേക്കാം. ആ വാർത്തയെ മാതൃഭൂമി 1-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. ആ വാർത്ത വലിയ നമുക്കെല്ലാം വിഷമമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. അതായത് വാർത്ത ഇങ്ങനെയാണ്: പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച യുവാവ് ലോറി ഇടിച്ച് മരിച്ചു. പക്ഷേ
അതിനേക്കാൾ വലുതാണ് ആ വാർത്തയുടെ കാമ്പ് എന്ന് പറയുന്നത്. സ്വജീവനേക്കാൾ സിജോ കരുതി അരുമകളുടെ ജീവൻ. വാർത്തയിൽ ഇങ്ങനെ പോകുന്നു: തെരുവിൽ ഉപേക്ഷിക്കുന്ന മൃഗങ്ങളുടെയും പരിക്കേറ്റവയുടെയും രക്ഷകനായിരുന്നു സിജോ എന്ന ചിറ്റിലപ്പള്ളിക്കാരൻ. തൃശ്ശൂർ സ്വദേശിയാണ്, മണ്ണുത്തി സ്വദേശിയാണ്. അങ്ങനെ അദ്ദേഹം കണ്ട റോഡിൽ വെച്ചൊരു കാഴ്ച, ഒരു പൂച്ച റോഡിലേക്ക് ഇറങ്ങി പോകുന്നു. ആ പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങുന്നു. ഒരു ലോറി വന്ന് തട്ടുന്നു, പിന്നീട് ഒരു കാറ് വന്നിടിക്കുന്നു. വലിയ ദാരുണമായ അപകടമാണ് ഇന്നലെ ഉണ്ടായത്. അതിനെക്കുറിച്ച് മാതൃഭൂമി 1-ാം പേജിൽ നന്നായി ആ വാർത്ത നൽകിയിട്ടുണ്ട്. സിജോയോടൊപ്പം അദ്ദേഹം വളർത്തുന്ന ഒരു നായയുടെ ചിത്രം കൂടി വെച്ചാണ് ആ വാർത്ത മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റ് പത്രങ്ങളൊക്കെ 1-ാം പേജിൽ നിന്ന് തമസ്കരിച്ചൊരു വാർത്തയാണ് അത് മാതൃഭൂമി 1-ാം പേജിൽ നൽകിയത്. ഒരുപക്ഷെ ആളുകളെ വളരെ ഹോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണോ എന്നറിയില്ല 1-ാം പേജിൽ നിന്ന് മാറ്റിയത്. പക്ഷേ എന്തായാലും 1-ാം പേജിൽ ആ വാർത്ത നമ്മൾ അറിയേണ്ടതും കണ്ടിരിക്കേണ്ടതുമായ, അല്ലെങ്കിൽ സിജോയോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുന്നൊരു വാർത്തയാണ്. നേരെ മറിച്ച് മനോരമ അത് സാധാരണ 1-ാം പേജിൽ നൽകാറുള്ളതാണ്. മനോരമ അവിടെ 1-ാം പേജിൽ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വാർത്തയാണ്. അതായത് നമുക്കറിയാം, ജാർഖണ്ഡിൽ നിന്ന് വന്ന 2 ദമ്പതികൾ, അവർ കൊച്ചി ജനറൽ ആശുപത്രിയിൽ അവർക്ക് കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടി അവിടെ ഉപേക്ഷിച്ച് മടങ്ങുന്നു. ആഴ്ചകൾക്ക് മുമ്പുള്ള വാർത്തയാണത്. ആ കുട്ടിയെ കേരളം ഏറ്റെടുക്കുന്നു. അതും ഇതുപോലെ സമാനമായ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് ആയ, നമ്മൾക്ക് വലിയ മനസ്സിനെ തട്ടുന്ന രൂപത്തിലുള്ള വാർത്തയാണ്. ആ വാർത്തയെ മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മനോരമ ഇതിനു മുമ്പും ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. കുഞ്ഞുവാവ തനിച്ചാണെന്ന രൂപത്തിൽ. ഇന്ന് നൽകുന്നത് വിധിയെ തോൽപ്പിച്ചത് കേരളത്തിൻ്റെ നിധി. അതിന് നിധി എന്ന് പേരിട്ടത് ആരോഗ്യമന്ത്രിയാണ്. ആ വാർത്ത കേരളം ആ കുട്ടിയെ ഏറ്റെടുക്കുന്നു. ബേബി ഓഫ് രഞ്ജിത ഇനി കേരളത്തിന് നിധി എന്നാണ് മനോരമയുടെ ഇൻട്രോ ആരംഭിക്കുന്നത്. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ICUവിൽ ഉപേക്ഷിച്ച കുഞ്ഞിന് നിധി എന്ന് പേരിട്ടു. ആ കുട്ടിയെ കേരളം ഏറ്റെടുക്കുന്നു. ആ രൂപത്തിൽ മനോരമ അതിനെ ഇത് 2 വാർത്തകളും, ഒരുപക്ഷെ 2 വാർത്തയും 1-ാം പേജിൽ വരേണ്ടതാണ്. മാതൃഭൂമി മനോരമയും ഈ 2 വാർത്തകളെ പല പേജുകളായി ഒതുക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ 2 വാർത്തകൾ. അതൊരു നേരത്തെ പറഞ്ഞു പോകേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റൊന്ന് ഇനി കോൺഗ്രസിനെ കുറിച്ചാണ്. സമ്മേളനം, AICC സമ്മേളനം വലിയ രൂപത്തിൽ നടക്കുകയാണ്. ഇന്നലെ അഹമ്മദാബാദിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഭവമായിരുന്നു. മനോരമയാണത് ഏറ്റവും നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മനോരമയുടെ 1-ാം പേജിലെ ലീഡ് വാർത്തയാണത്. മറ്റ് വാർത്തകൾ, ഇപ്പോൾ മാതൃഭൂമി ലാർജ് ഇളവ് ലീഡാക്കുമ്പോൾ മനോരമ കോൺഗ്രസിനെയാണ് ലീഡാക്കുന്നത്. പദവി വേണോ പണിയെടുക്കണം എന്നാണ് മനോരമയുടെ 1-ാം പേജിലെ ഹെഡിങ്ങും വാർത്തയും. പാർട്ടിക്ക് കരുത്തേക്കാൻ കർശന നടപടികളുണ്ട്. 9-ാം പേജ് ഈ പദവി വേണോ പണിയെടുക്കണം എന്നുള്ളതിനപ്പുറത്ത് വീക്ഷണം ഞാൻ രാവിലെ വായിച്ചപ്പോൾ വീക്ഷണത്തിൻ്റെ ഹെഡിങ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ വിരമിക്കുക എന്നാണ്. ഗാന്ധിജി പറഞ്ഞാണ് ഡു ഓർ ഡൈ. ഇത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ വിരമിക്കുക എന്നാണ് വീക്ഷണത്തിൻ്റെ 1-ാം പേജ് ഹെഡിങ്. ഞാൻ വീക്ഷണത്തിലേക്ക് വിശദമായി പോകുന്നില്ല, പക്ഷേ ഇതിൽ ഒപ്പം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 9-ാം പേജ് വിശദമായി കോൺഗ്രസിൻ്റെ പ്രവർത്തക സമ്മേളനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് മനോരമ. ദേശീയതയിൽ പോരിന് കേരളത്തിൻ്റെ ശബ്ദമായി 4 പേർ, കേരളത്തിൽ 4 പേർ സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ അവിടെ. അതുമാത്രമല്ല, അങ്ങനെ വിശദമായ വാർത്തകൾ, BJPക്കെതിരെ ഖാർഗെയുടെ കുറ്റപത്രം, അങ്ങനെ വളരെ വിശദമായി മനോരമ 9-ാം പേജും കോൺഗ്രസിൻ്റെ സമ്മേളനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. മാതൃഭൂമി 1-ാം പേജിൽ ആ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് മുഖം മിനുക്കും എന്ന രൂപത്തിലാണ്. സംഘടനാ തലത്തിലും ആശയതലത്തിലും ഒക്കെ സമ്പൂർണ്ണ അഴിച്ചുപണി. 7-ാം പേജിലും ഉണ്ട് ഖാർഗെയുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വീക്ഷണം അടക്കമുള്ള പത്രങ്ങൾ വളരെ വിശദമായി കോൺഗ്രസിൻ്റെ അഴിച്ചുപണിയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശദമായി ഇതിലേക്ക് പോകുന്നില്ല. ഈ മാതൃഭൂമി മനോരമയും നന്നായി നൽകിയിട്ടുണ്ട്. പിന്നെ എന്നുള്ളത്, ഇനി ട്രംപിൻ്റെ ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. ട്രംപ് കീഴടങ്ങിയതാണോ, ഇനി കീഴടങ്ങാൻ പോകുന്നതാണോ, അതോ ഇനി വെല്ലുവിളിയുമായി വരുന്നതാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. മാഡ് മാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അയാളുടെ കാര്യം. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ വലിയ തീരുവ ഏർപ്പെടുത്തിയത്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയത് തൽക്കാലം 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. അത് വലിയ ആശ്വാസമാണ് നമുക്കെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെയും ഇത് പറഞ്ഞു നമ്മുടെ ചെമ്മീൻ കയറ്റുമതിയൊക്കെ അടക്കം വലിയ പ്രതിസന്ധിയിലാണ് ഈ ട്രംപിൻ്റെ തീരുവ അവിടെ വന്നതുകൊണ്ട് നമ്മൾക്ക് ഏർപ്പെടുത്തിയതുകൊണ്ട്. ട്രംപ് പറയുന്നൊരു കാര്യം മനോരമ നൽകിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിച്ചു പോകാം. അത് മനോരമ 1-ാം പേജിൽ നൽകിയത് പ്രാധാന്യത്തോടെയാണ്. തീരുവയുടെ കാര്യത്തിൽ US-മായി കോർക്കുന്ന രാജ്യങ്ങളെ ട്രംപ് രൂക്ഷമായി പരിഹസിച്ചു. US-മായി കരാറിലെത്താൻ അവർ എന്തിനും തയ്യാറാണ്. അതായത് ട്രംപിനെ ഇന്നലെ രാജ്യങ്ങൾ വിളിച്ച കാര്യമാണ്. ട്രംപിനോട് കെഞ്ചുകയാണെന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഒത്തുതീർപ്പിന് വേണ്ടി ആ രാജ്യങ്ങൾ എന്നെ വിളിച്ച് കെഞ്ചുകയാണ്. സർ, ദയവായി കരാർ ഉണ്ടാക്കൂ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അശ്ലീല പരാമർശം, അതെനിക്ക് തോന്നുന്നു 3-ാം ലോക രാജ്യങ്ങളോട് വളരെ മോശമായ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ട്രംപ് ഇക്കാര്യത്തിൽ കീഴടങ്ങുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ട്രംപിനെ കീഴടങ്ങലല്ല അത്. ട്രംപ് ഒരു താൽക്കാലിക പിൻവാങ്ങൽ എന്ന് മാത്രമായിരിക്കും. ഇതിനേക്കാൾ രൂക്ഷമായ മാഡ് തീരുമാനങ്ങളുമായി ട്രംപ് മടങ്ങി വരാനായിരിക്കും തോന്നുന്നു. അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു വസ്തുത എന്ന് തോന്നുന്നു. എന്തായാലും ആ വാർത്ത എല്ലാ പത്രങ്ങളും 1-ാം പേജിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ട്രംപ് ഒരു കുഴപ്പത്തിലേക്കാണ് ലോകത്തെ മുഴുവൻ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ
പലിശ കുറച്ചത് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്നായിരുന്നു. ഞാൻ അവസാനത്തിലേക്ക് മാറ്റിവെച്ചതാണ്. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് പലിശ കുറച്ചത്. ഈ ട്രംപിൻ്റെ തീരുമാനം ലോകരാജ്യങ്ങളെ, ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പത്രങ്ങൾ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയാണ് അത് ഒന്നാം പേജിൽ ലീഡ് വാർത്തയായിട്ട് നൽകിയിട്ടുള്ളത്. റിപ്പോ നിരക്ക് 0.5% കുറച്ചു, വായ്പ പലിശ കുറയും. അതൊരു ദേശാഭിമാനിയുടെ ഇന്നത്തെ ഏറ്റവും ടോപ്പ് ലീഡ് വാർത്തയാണ്. അതിൻ്റെ ഭാഗമായി വളർച്ചാ നിരക്ക് കുറയും എന്ന് RBI പറഞ്ഞത്. വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയും. വലിയ ആശ്വാസമുള്ളൊരു വാർത്തയാണ്. ഇത് കാണുമ്പോൾ തന്നെ ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുത്ത് നന്നായി. അത്തരം ആശ്വാസമുള്ള വാർത്തകൾ ഒന്നാം പേജിലേക്ക് ദേശാഭിമാനി നൽകി വരട്ടെ എന്ന് ദേശാഭിമാനിയോടും പറയുന്നു. ഇനിയൊന്നുള്ളത് ദേശാഭിമാനി മാത്രം ഒന്നാം പേജിൽ കൊടുത്തുള്ളൊരു വാർത്തയാണ്. അതായത് കേരളത്തിൽ പോക്സോ കേസ് അന്വേഷണത്തിന് പോലീസിൽ പ്രത്യേക വിഭാഗം. നമുക്കറിയാം പോക്സോ കേസുകളുടെ എണ്ണം വളരെ വലിപ്പത്തിൽ, അല്ലെങ്കിൽ അതിന് എണ്ണം വലിയ വ്യാപ്തിയിൽ കൂടി വരികയാണ്. 304 പുതിയ തസ്തികകൾ പോലീസിലുണ്ടാക്കും. ഇതിന് പോലീസിൽ പ്രത്യേക അന്വേഷണ വിഭാഗം കൂടി വരുന്നത്. ദേശാഭിമാനി മാത്രമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എനിക്ക് തോന്നുന്നു. എന്തായാലും അത് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി കേരള കൗമുദി, സാധാരണഗതി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞാണ് കേരള കൗമുദി അവരുടെ ഒന്നാം പേജിനെ ഡിസൈൻ ചെയ്യുന്നത് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ വാർത്ത, ഒരുപക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് വാർത്തയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് വാർത്തയായിരിക്കും, അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ടൊരു പുതിയ അറിയിപ്പുമായിരിക്കും. ഇത് ആ രൂപത്തിലുള്ളൊരു അറിയിപ്പാണത്. അതൊരു പക്ഷേ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ഫ്ലാറ്റുകളുമായി ബന്ധപ്പെട്ട് വലിയ വിഷമമുള്ള ആളുകൾക്ക് താല്പര്യമുള്ള വാർത്തയാണ്. ഓരോ ഫ്ലാറ്റിനും തണ്ടപ്പേർ, അതായത് ഇപ്പോൾ ഫ്ലാറ്റുകൾക്ക് ഫ്ലാറ്റ് നിൽക്കുന്ന ഭൂമി മുഴുവൻ ഒറ്റ തണ്ടപ്പേരിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഈ ഫ്ലാറ്റ് വിൽക്കുന്നതിനും ഇത് ക്രയവിക്രയം ചെയ്യുന്നതിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ഈ ഓരോ ഫ്ലാറ്റിനും തണ്ടപ്പേരുണ്ടാകും. ബഹുനില സമുച്ചയങ്ങളിലെ ഓരോ ഫ്ലാറ്റിനും പ്രത്യേകം തണ്ടപ്പേരും കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് നൽകും. ഈ ഉത്തരവ് നാളെയോ മറ്റന്നാളോ വരും എന്നുകൂടിയാണ്. അതൊരു നല്ല വാർത്തയാണത്. ഫ്ലാറ്റിന് ഉപനമ്പരം ഉണ്ടാകും. കേരളത്തിൽ എത്ര ഫ്ലാറ്റുകളുണ്ടെന്നൊക്കെ കേരള കൗമുദി ഒന്നാം പേജിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വാർത്തകളെ വിന്യസിച്ചിട്ടുള്ളത്. വളരെ വിശദമായി പറയേണ്ട ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു. എന്നാലും ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. സേതു, ഓക്കെ ശ്രീജിത്ത്. അപ്പോൾ നമുക്കിനി നാളെ വീണ്ടും ഈ സമയം പ്രസ് റിപ്പോർട്ട് കണ്ടുവിട്ടാം. ഓക്കെ.